അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡ് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ആദിയെ വിളിച്ചുകൊണ്ട് ആദിക്കുള്ള ഫുഡ് ഓൾറെഡി ഇഷിത കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മുടെ ചിപ്പി ആദിയെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ആദ്യമൊന്നും സമ്മതിക്കത്തില്ല. കുറേ നേരം ആദിയുടെ കയ്യിലൊക്കെ പിടിച്ചു വലിക്കും. വായേട്ടാ എന്നൊക്കെ പറയും. അപ്പം പറയും വേണ്ട നീ കഴിച്ചോ, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പം നമ്മുടെ ചിപ്പിമോള് പറയും അത് നൂഡിൽസ് അല്ലേ ബാ. അപ്പം ആദി പറയും അതിന് നിനക്ക് കഴിക്കാനുള്ള ഫുഡല്ലേ ഉള്ളൂ എന്ന് പറയും. അല്ല എന്ന് പറയും. അങ്ങനെ ഫുഡിൻ്റെ പാത്രം എടുത്ത് ലഞ്ച് ബോക്സ് എടുത്ത് തുറന്ന് കാണിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഫുഡുണ്ട്. ഇതെന്താ നീ ഇത്രയും ഫുഡ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുക. അത് ആദ്യേട്ടനും കൂടെ കൊണ്ടുവന്നതാണെന്ന് പറയും. എനിക്ക് ആദ്യേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം, എനിക്ക് ആദ്യേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെ പിടിച്ചിരുത്തുകയാണ്. അങ്ങനെ ഫുഡ് പകുതി ബോക്സിൻ്റെ ഇതിൽ അടപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യയോട് കഴിക്കാൻ പറയണം. അങ്ങനെ ആദ്യം കഴിക്കുകയാണ്. എന്നിട്ട് ആദ്യയോട് ചോദിക്കും നല്ല രുചിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യം പറയും അതെ നല്ല രുചിയാണെന്ന് പറയും. അത് നീയാണോ ഈ ഫുഡൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം അല്ല എൻ്റെ അമ്മ എനിക്ക് തന്നു വിട്ടത്, ആദ്യേട്ടനും കൂടെയുള്ള ഫുഡ് തന്നു വിട്ടതാണെന്ന് പറയാം. അപ്പോൾ പറയാം നിൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ആദ്യയോട് ചിപ്പി പറയും എൻ്റെ അമ്മയ്ക്ക് എന്നെ മാത്രമല്ല ആദ്യേട്ടനെയും ഭയങ്കര ഇഷ്ടം, അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യേട്ടന് ഫുഡ് തരുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ആദിയുടെ മനസ്സിൽ ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ വരികയാണ് അവളോട്. എന്തായാലും സ്വന്തം അനിയത്തിയാണല്ലോ. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സൂരജും ചിപ്പിയുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സൂരജ് ചോദിക്കുക നിങ്ങൾ ഒരുമിച്ച് കഴിക്കുക, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. എനിക്കും ഇച്ചിരി തരാൻ പറയും, നല്ല മണമുണ്ടെന്ന് പറയും. അങ്ങനെ സൂരജിനോട് പറയും എടുത്ത് കഴിച്ചോളാൻ പറയും. അങ്ങനെ സൂരജ് എടുത്ത് വാരി കഴിക്കുകയാണ്. ആ സമയത്ത് അവർ വന്നത് നമ്മുടെ ആദിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മുടെ ചിപ്പിമോള് പറയും ഇനി ഞങ്ങളെന്നും ഒരുമിച്ച് കഴിക്കും എന്ന് പറയും. അപ്പോൾ ആദ്യം പറയും ഇനി അങ്ങനെയൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നെ വൈകുന്നേരം ചിപ്പി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് മഹേഷ് അവിടെ സോഫയിലിരിക്കുകയാണ്. അപ്പം മഹേഷ് പറയും മോളെ എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ ഇപ്പോൾ എത്തിയുള്ളൂ, അതുകൊണ്ടാണ് മോളെ അമ്മയെ കൂട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവൾക്ക് സമയമില്ലായിരുന്നു. അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞത് സ്കൂൾ ബസ്സിൽ വരാം, അതുകൊണ്ട് ഞാൻ സ്കൂൾ ബസ്സിലാണ് വന്നതെന്ന് പറയും. അമ്മ എവിടെയെന്ന് ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇഷിതയോട് പറയും അമ്മ ഒന്ന് കുനിഞ്ഞ് എനിക്കൊരു ഉമ്മൻ തരണം എന്ന് പറയും. അങ്ങനെ ഇഷിതയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഇഷിത ചോദിക്കുക എന്താ മോളെ എന്ന് ചോദിക്കും. ഇന്ന് ആദ്യേട്ടൻ എൻ്റെ കൂടെ ഫുഡ് കഴിച്ചമ്മേ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് വളരെ സന്തോഷമാകുന്നു. അപ്പം മഹേഷിന് സന്തോഷമാകുന്നു. അപ്പം മോളോട് പറയും മോള് പോയി ഫ്രഷൊക്കെ ആകാൻ പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു ആദിയുടെ മനസ്സിൽ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുന്നു. ആദിയുടെ മനസ്സ് മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മഹേഷ് ഇഷിതയോട് പറയണം. അപ്പോൾ ഇഷിത പറയും എന്തായാലും അവന് അനിയത്തിക്കുട്ടിയോട് സ്നേഹമുണ്ട്, കാരണം അതുകൊണ്ടാണ് അവൻ ഫുഡ് കഴിച്ചത്, ചിപ്പിയിലൂടെ മാത്രമേ നമുക്ക് ആദ്യം മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അവൻ എന്തോ ഒറ്റപ്പെടലൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇഷിത പറയുകയാണ്. അപ്പം മഹേഷ് പറയുകയാണ് എന്തൊരു വിധിയാണിത്, അവൾ എന്തിനാണ് അവനെ കൊണ്ടുപോയത്, എനിക്ക് തന്നാൽ പോരായിരുന്നു, അവന് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ മഹേഷ് വിഷമത്തോടെ പുറത്തേക്ക് പോവുകയാണ്. അതേസമയം ഇഷിതയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അനുഗ്രഹയും സുജിയും അവിടെ അനുഗ്രഹം അവിടെ ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുന്നു. സുജി അടുത്ത് അപ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്ന ഒച്ച കേൾക്കുന്നു. അപ്പോൾ സുജിയോട് പറയും അനുഗ്രഹം നീ പോയി തുറക്കാൻ പറയാം. അപ്പോൾ സുജി പറയും മടിച്ചെന്നും പറഞ്ഞിട്ട് സുജി പോയി തുറക്കുന്ന സമയത്ത് നമ്മുടെ വിനോദിനെയാണ് ആദ്യം കാണുന്നത്. രണ്ടുപേരുടെയും മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പിന്നെ പുറകെ ആണെങ്കിൽ അനുഗ്രഹയുടെ അമ്മയും. അങ്ങനെ അനുഗ്രഹയുടെ അമ്മ അകത്തേക്ക് വരികയാണ്. അപ്പോൾ അനുഗ്രഹം പറഞ്ഞു അമ്മ പറഞ്ഞില്ല. അപ്പോൾ പറയുന്നത് സർപ്രൈസായിട്ട് വന്നതാന്ന് പറയുന്നു. മഹേഷ് ഏട്ടനെ കണ്ടില്ലേന്ന് ചോദിക്കില്ല, ആദ്യം നിന്നെ തന്നെ കാണാം എന്നുള്ള രീതിയിൽ ആണ് വന്നതെന്ന് പറയുന്നത്. അങ്ങനെ വന്നിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ സുജിയും വിനോദും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടവും രണ്ടുപേരുടെ മുഖത്തും ഭയങ്കര സങ്കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് മാഷും പ്രിയാമണിയും വരുന്നത്. അയ്യോ അതെന്താ മോളെ ഞങ്ങളുടെ അടുത്ത് പറയാം ഞാൻ അമ്മ വരുന്ന കാര്യം. അപ്പം അനുഗ്രഹം പറയും അതിന് ഞാനിപ്പോഴല്ലേ അറിഞ്ഞതെന്ന് പറയും. അങ്ങനെ ചായ എടുക്കാമെന്നും പറഞ്ഞിട്ട് പ്രിയാമണി ചായയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അനുഗ്രഹയുടെ അമ്മ പറയും നമുക്ക് ഇവരുടെ കല്യാണ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം, അതിനാണ് ഞാൻ സംസാരിക്കാനാണ് വന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇഷിത അവിടെ ഉണ്ടായിരുന്നു. ഇഷിത അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ മഹേഷിനെ കണ്ടില്ലേന്ന് ഇഷിത ചോദിക്കും. ഇല്ല ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറയും. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ വിനോദിനൊരു കോള് വരും.
കോൾ വരുന്ന സമയത്ത് അരുന്ധതിയോട് പറയും മേഡം ആ മുകളിലേക്ക് പൊക്കോളും, ഞാൻ വന്നോളാം. അങ്ങനെ കോളിൽ സംസാരിക്കുന്ന സമയത്ത് കോൾ കട്ട് ചെയ്ത സമയത്ത് ഇഷിത പുറകിൽ നിന്ന് വിളിക്കും വിനോദ് എന്ന് പറയും, നീ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ പറയും എൻ്റെ ഏട്ടനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്, എൻ്റെ ഏട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കൂ, പക്ഷേ അനുഗ്രഹം കിട്ടിയാലും എനിക്ക് സുജിയോടുള്ള ഇഷ്ടത്തിന് അവളോട് നീതി പുലർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഇഷിത പറയും ഒറ്റ ജീവിതമേ ഉള്ളൂ വിനോദ്, എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും വിനോദ് അപ്പോൾ പറയും ഏട്ടനോട് സംസാരിക്കാൻ പറയാം. അങ്ങനെ ഇഷിത റൂമിൽ ചെല്ലുമ്പോൾ മഹേഷ് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹേഷിനോട് ഇഷിത ഇങ്ങനെ പറയും സുജിയും നമ്മുടെ വിനോദും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ മഹേഷ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അനുഗ്രഹയുടെ അടുത്ത് വിനോദ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം പറയുന്നത് ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അത് ഏതൊരു നാളിലാണെങ്കിലും എത്തിപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ ആകാശ് മേനോനും അറിയുന്നു. അങ്ങനെ ആകാശ് മേനോൻ നമ്മുടെ മഹേഷിനെ വെല്ലുവിളിക്കുകയാണ്. ആ കല്യാണം നടക്കില്ല, എങ്ങനെ അത് മുടക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം മഹേഷ് പറയും നിൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.